ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഞങ്ങൾ സ്കൂൾ ഓപ്പണിങ്ങിൻ്റെ പർച്ചേസിംഗ് ആയിട്ട് ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. നോർത്ത് പറവൂർ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ ഷോപ്പിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇവിടെ നല്ല സ്കൂൾ ബാഗ്സിൻ്റെ ബിഗ് കളക്ഷൻസ് തന്നെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ബാഗുകളൊക്കെയാണ്, വെറൈറ്റി ടൈപ്സിലുള്ളതും നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള മോഡൽസൊക്കെ എല്ലാവരും ഉണ്ട് കേട്ടോ. വൈൽഡ് ബാഗ്, സ്കൈ ബാഗ്, അമേരിക്കൻ ടൂറിസ്റ്റ് തുടങ്ങി വമ്പിച്ച ബാഗുകളുടെ വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ഒരു ബാഗ്സൊക്കെ അല്ലാണ്ട് ഇവരുടെ ഓൺ പ്രൊഡക്ഷനിലുള്ള ഒരുപാട് നല്ല നല്ല ബാഗുകളൊക്കെ ഫ്രണ്ടിൽ തന്നെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൂടാണ്ട് ഇവിടെ നിന്ന് ഏത് ബാഗ് എടുത്താലും നമുക്ക് 1 ഇയർ വാറണ്ടി കിട്ടും കേട്ടോ. ഇതൊക്കെ കൂടാണ്ട് സ്പെഷ്യലൈസ്ഡ് ബാഗിനൊക്കെ ഓഫറുകൾ കൂടിയുണ്ട് കേട്ടോ. 50% വരെ ഓഫറുകളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കൂടാണ്ട് ട്രോളി ബാഗുകളൊക്കെ അവൈലബിൾ ആണ് ഇവിടെ. പിള്ളേർ കണ്ടു കഴിഞ്ഞാൽ വിടത്തില്ല, അതേപോലെയുള്ള നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ. മീനാക്ഷിക്ക് ചെന്നപ്പോൾ തന്നെ ഒരു ബാഗ് സെലക്ട് ചെയ്ത് കൈ പിടിച്ചിട്ടാ. അച്ചൂട്ടിക്കായിരുന്നു കൺഫ്യൂഷൻ മുഴുവനും. ഓരോന്ന് കാണുമ്പോൾ അത് വേണ്ട ഒരേ മോഡൽ കാണുമ്പോൾ അവൾക്ക് അത് വേണം. പിന്നെ പർപ്പിൾ ആയിരുന്നു കേട്ടോ പിടിച്ചത് മുഴുവനും. പർപ്പിൾ കളർ മാത്രം മതി എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കണമായിരുന്നു. അങ്ങനെ ഒരു ബാഗ് സെലക്ട് ചെയ്തൊക്കെ വെച്ചു. ഒരെണ്ണം സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ വേറെ ഒരെണ്ണം കാണുമ്പോൾ പിന്നെ അതും കയറി പിടിക്കും. അതായിരുന്നു കേട്ടോ അച്ചൂട്ടിയുടെ പരിപാടി. അങ്ങനെ അവസാനം സെലക്ട് ചെയ്ത് ഒരു ബാഗ് സെലക്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തു. അത് സെലക്ട് ചെയ്തൊക്കെ മാറ്റി വെച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് വേറെ ഒരു 50% ഓഫറുള്ള ഒരു അടിപൊളി ബാഗും കൂടി ഉണ്ട് വേറെ, അത് ഇത്തിരി കൂടി ക്വാളിറ്റി ഉള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതെടുക്കാൻ നോക്കി. പക്ഷേ ആളുടെ കയ്യിൽ ഒരു യൂണിക്കോൻ്റെ ബാഗ് കണ്ടപ്പോൾ അത് മതിയെന്നായിട്ടോ. ഈ ഒരു ബാഗിനായിരുന്നു കേട്ടോ 50% ഓഫർ പറഞ്ഞത്. അങ്ങനെ അച്ചൂട്ടിക്ക് വലിയ തൃപ്തിയൊന്നും ആയില്ല, എങ്കിലും ഒരുവിധം പറഞ്ഞ് സമ്മതിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇത് ഓക്കെ ആയി. അപ്പം ബാഗിൻ്റെ കാര്യത്തിലൊക്കെ ഓക്കെ ആയിട്ടോ. അപ്പോൾ ഇവർക്ക് ബുക്സൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ചെറിയ കുട്ടിയാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ബുക്സൊക്കെ ഒരുപാടുണ്ടാവും. അപ്പോൾ പിന്നെ ഇത്തിരി സ്പേസ് കൂടുതലുള്ള ബാഗ് നോക്കി എടുത്തതാണ് കേട്ടോ. ബാഗ് എന്തായാലും ഓക്കെ ആയി. അങ്ങനെ ബാഗിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനി നെക്സ്റ്റ് ഉള്ളത് ലഞ്ച് ബോക്സ് നോക്കാൻ വേണ്ടി കയറിയിട്ടോ. ലഞ്ച് ബോക്സ് സെക്ഷനിലോട്ട് നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. രണ്ടും പർപ്പിൾ വേണ്ട വീണ്ടും കയറി പിടിച്ചാക്കണത്. എനിക്ക് റബ്ബർ ടൈപ്പിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. സ്റ്റീലാണെങ്കിലാണ് ഇത്രയും കൂടിയും കംഫർട്ട് തോന്നണത്. സ്റ്റീലാകുമ്പോൾ അവിടെ സൈഡിലൊക്കെ ഇങ്ങനെ അഴുക്കൊക്കെ വരാതെ നമുക്ക് ക്ലീൻ ചെയ്ത് നല്ലോണം പെർഫെക്റ്റ് ആക്കാൻ പറ്റും. റബ്ബർ ടൈപ്പ് ആകുമ്പോൾ അതിൻ്റെ അടക്കണ സൈഡിലൊക്കെ ഇങ്ങനെ അഴുക്കൊക്കെ കയറിയിരിക്കും, അതൊരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ 2 പേർക്കാണെങ്കിൽ ഈ ഒരു ടൈപ്പിനോടാണ് താല്പര്യം കൂടുതലായിട്ട് കണ്ടത്. അപ്പോൾ 2 പേരും സെലക്ട് ചെയ്ത് ഓരോന്ന് നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. പർപ്പിൾമേന്ന് എന്നാലും കൈ വിടാതെ ഇങ്ങനെ പോവുകയാണ്. ഒരുപാട് വെറൈറ്റി ടൈപ്പ് ഉണ്ട് കേട്ടോ. ലഞ്ച് ബോക്സ് ആയാലും ടിഫിൻ ബോക്സുകളെല്ലാവരും. പിന്നെ അത് ഈ ബോട്ടിൽസിൻ്റെ തന്നെ വേറെ വമ്പൻ കളക്ഷൻസൊക്കെ തന്നെ ഉണ്ട്. നല്ല മോഡൽസ് ആയിട്ടുള്ള വെറൈറ്റി ബോട്ടിൽസൊക്കെ ഉണ്ട്. പക്ഷേ ഇവർക്ക് ഉള്ളിൽ സ്റ്റീലുള്ള ടൈപ്പാണ് ഇത്തിരി കൂടി പെർഫെക്റ്റ് ആയിട്ട് തോന്നണത്. സ്കൂളിൽ കൊണ്ടുപോകാനും അങ്ങനത്തെ മോഡൽ തന്നെ വേണം. പക്ഷേ ഇതേയാൾ ഇതുമ്മ പിടിച്ചിട്ടാണെങ്കിൽ ഇതുമ്മേന്ന് വിടണില്ല. പർപ്പിൾ കണ്ടതിനായിട്ട് ഒരു ബോട്ടിലും അത് തന്നെ പർപ്പിൾ ടൈപ്പ് തന്നെ നോക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞെടുത്തപ്പോൾ പർപ്പിളിൻ്റെ ഉള്ളിൽ ഒരു കളർ ചേഞ്ച് കണ്ടാരണം വേറൊരു ബോക്സാണ് സെലക്ട് ചെയ്തെടുത്തത്. മീനു ഇതെടുത്ത്. മീനുവിന് പിന്നെ വേറെ ഏതായാലും പ്രശ്നമൊന്നുമില്ല, അവളുടെ സെലക്ഷനും പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ. അപ്പോൾ അച്ചൂട്ടി ലാസ്റ്റ് ഈ കളറുമ്മ പിടിച്ച് വെച്ചു, പർപ്പിൾ കിട്ടാണ്ടായപ്പോൾ കേട്ടോ. അങ്ങനെ അതിൻ്റെ ഒരു സെലക്ഷനൊക്കെ കഴിഞ്ഞു. പിന്നെ ഇവിടെ തന്നെ ആയിട്ട് നല്ല ലേഡീസ് ഹാൻഡ് ബാഗുകളൊക്കെ ഒരുപാടുണ്ട്. വെറൈറ്റി കളക്ഷൻസൊക്കെ ഉണ്ട്, നല്ല മോഡൽസൊക്കെ ഉണ്ട്. അധികം വെറൈറ്റി ഒന്നും വരുന്നില്ല. പിന്നെ ഞങ്ങളിത് ആ ചേട്ടൻ സ്കൂളിലേക്ക് ഇടാനായിട്ട് ചെരുപ്പ് നോക്കാനായിട്ട് പോകണമായിരുന്നു. അപ്പോൾ മുകളിലായിരുന്നു സെക്ഷനിലായിരുന്നു, അതിൻ്റെ ചെരുപ്പിൻ്റെ ഒക്കെ സൈഡിലായിരുന്നു. അപ്പോൾ അവിടെ മുകളിലേക്ക് പോയപ്പോൾ അവിടെ നിറയെ കുറേ കുട്ടികളുടെ നല്ല അടിപൊളി ടോയ്സൊക്കെ ഇരിപ്പുണ്ട്. കാറ് ബൈക്ക് ഒക്കെ കണ്ടപ്പോൾ അച്ചൂട്ടിക്കാണെങ്കിൽ മനസ്സിലൊരു ലഡു പൊട്ടിയത്. അച്ചൂട്ടിക്കാണെങ്കിൽ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായിട്ടോ. അതുമ്മയൊക്കെ കയറിന്ന് കളിക്കണമായിരുന്നു കേട്ടോ ആള്. ഇതിൻ്റെ മുകളിലെ നിലയിൽ ഈ ടോയ്സ് മാത്രമല്ല കേട്ടോ ഉള്ളത്, കിഡ്സിൻ്റെയും ലേഡീസിൻ്റെയൊക്കെ ഒരു അടിപൊളി ഡ്രസ്സിൻ്റെ സെക്ഷൻ തന്നെ ഉണ്ടെന്ന് തന്നെ പറയാം. വെറൈറ്റി മോഡൽസൊക്കെ ഡ്രസ്സുകളൊക്കെ ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടോ. ഞാനിവിടെ ആദ്യമായിട്ടാണ് കയറുന്നത്. ഇങ്ങനൊരു സെക്ഷൻ പോലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഈ അടിപൊളി സെലക്ഷൻ ഉണ്ട് കേട്ടോ. അതുകൂടാതെ ജെൻസിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഒരു സെക്ഷൻ തന്നെയുണ്ട്. അവിടെ അടിപൊളി ഷൂസിൻ്റെ ഒക്കെ വെറൈറ്റി കളക്ഷൻസൊക്കെ ഉണ്ട്. ജെൻസിൻ്റെ ഷൂസ് ചെരുപ്പ് കളക്ഷൻസ് മാത്രമല്ല കേട്ടോ സെപ്പറേറ്റ് ആയിട്ടുള്ളത്. ഡ്രസ്സിന് നല്ല അടിപൊളി കളക്ഷൻസ് ഉള്ള സെക്ഷൻ കൂടി അവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അതുകൂടാണ്ട് ജാക്കറ്റുകൾക്ക് നല്ല അടിപൊളി കളക്ഷൻ ഉണ്ട് കേട്ടോ.
അങ്ങനെ അവിടുത്തെ മുകളിലത്തെ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താഴേക്ക് ഇങ്ങനെ ഇറങ്ങിയപ്പോഴാണ് കുട മേടിക്കാനായിട്ട് മറന്നുപോയിട്ടോ. അപ്പോൾ അത് ഇവിടെ കുടയൊക്കെ നോക്കണമായിരുന്നു. അച്ചുട്ടിയാണെങ്കിൽ പർപ്പിൾമെന്ന് വരുന്നുണ്ടായില്ല കേട്ടോ. കുട കിട്ടിയപ്പോഴും പർപ്പിൾ തന്നെ വേണമെന്നും പറഞ്ഞ് നടക്കണമായിരുന്നു. അങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുക. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ പറ്റുന്ന ഓരോ മോഡൽസിലുള്ള കുടകളൊക്കെ ഉണ്ട് കേട്ടോ. വെറൈറ്റി ടൈപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തൊക്കെ എടുക്കാം. മീനും എടുത്തത് ഇതൊരെണ്ണമാണ്. അച്ചൂട്ടിയുടെ സെലക്ഷൻ കഴിയണില്ല കേട്ടോ. അച്ചൂട്ടി ഭയങ്കര സെലക്ഷനിലായിരുന്നു. ലാസ്റ്റ് ഒരു 2 കുട എടുത്തിട്ട് പോന്നു. പിന്നെ ഇവിടെ പൗച്ച് നോക്കിയായിരുന്നു. പൗച്ച് അവൾക്ക് പറ്റിയ മോഡലൊന്നും കിട്ടിയില്ല. അച്ചൂട്ടിക്കാണെങ്കിൽ നേരത്തെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരെണ്ണം. അപ്പോൾ ഞങ്ങൾ അത് വേണ്ടെന്ന് വെച്ചു. പിന്നെ താഴത്തെ ഈ സെക്ഷനിൽ തന്നെ കേട്ടോ കിഡ്സിൻ്റെയും ലേഡീസിൻ്റെയൊക്കെ ഷൂവുകൾ, ചെരുപ്പുകൾ, വെറൈറ്റി മോഡൽസൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ഫാൻസി ടൈപ്പൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട് കേട്ടോ. ഫാൻസി ടൈപ്പ് ചെരുപ്പുകളൊക്കെ ഏത് മോഡൽ വേണമെന്ന് നോക്കിയാൽ മതി. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസത്തെ പർച്ചേസിങ് കഴിഞ്ഞ് ഞങ്ങൾ ബില്ലിങ് സെക്ഷനിലോട്ട് പോയി. നോട്ട്ബുക്സും പിന്നെ പേന, പെൻസിൽ, റബ്ബർ ഷാർപ്പ്നറൊക്കെ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നേരത്തെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ കടയുള്ളതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് മേടിച്ചായിരുന്നു. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കവറൊക്കെ ചെയ്തൊക്കെ വെക്കണം. ഞങ്ങൾ ബില്ലിങ് സെക്ഷനിൽ ഇങ്ങനെ നിൽക്കുമ്പോഴായിരുന്നു മീനുവിൻ്റെ ഫ്രണ്ട് അമ്മയും കൂടിയും വരണ കണ്ടത് കേട്ടോ. ഇന്നാണെങ്കിൽ കടയിൽ ഭയങ്കര സ്കൂൾ ഉറപ്പിൻ്റെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവരും എന്തൊക്കെയോ മേടിക്കാൻ വേണ്ടി വന്നതായിരുന്നു. രണ്ടാളും കുറേ നാളെത്തി കണ്ടുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അങ്ങനെ സ്കൂൾ ഓപ്പണിങ്ങിൻ്റെ ഒരു പർച്ചേസിങ് തിരക്കൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇനിയും ചെറിയ ചെറിയ ഷോപ്പിങ്ങുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഈ ഒരു അധ്യയന വർഷത്തിൻ്റെ സ്റ്റാർട്ടിങ് ആയിട്ടുള്ള ഒരു പർച്ചേസിങ് ഒക്കെ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ കുഞ്ഞുമക്കൾക്കും നല്ലൊരു അധ്യയന വർഷം ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്താൽ അങ്ങനെ. അപ്പോൾ ഓക്കെ, ബൈ.